പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 12 ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, 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 സ്തോത്രം, സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ഓരോ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമാകാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മളെ സൂക്ഷിച്ചു. അതിനായിട്ട് കർത്താവിന് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉല്ലാസത്തോടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നത് ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ എഴുന്നേറ്റത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രമപ്പ. രാത്രികാലം നല്ലവണ്ണം ഉറങ്ങി കർത്താവ് ഉണർത്തി ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് സ്തോത്രം പറ. കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. രാവിലും പകലിലുമുള്ള ദൈവത്തിൻ്റെ കരുതലിനായിട്ടും പരിപാലനത്തിനായിട്ടും വിശ്വസ്തതയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാപ്പാ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 18-ാം സങ്കീർത്തനത്തിൻ്റെ 31, 32 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? എന്നെ ശക്തി കൊണ്ടാരും മുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ആ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ആ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആ കർത്താവിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം. അതിന് 49-ാം വാക്യം പറയുന്നത്: അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കും. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് കഴിവുള്ളിടത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഉയർത്തുക. അത് നമ്മളോട് കർത്താവ് ചെയ്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജാതികളുടെ മധ്യേ മറ്റുള്ളവരോട് കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ നമ്മൾ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അമേൻ, അമേൻ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും, അവരുടെ കുടുംബത്തെയും, അവരുടെ ജോലിയെയും, അവരുടെ കുഞ്ഞുങ്ങളെയും, അവരുടെ ഭവനത്തെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇവരൊരു അത്ഭുത വിഷയമായി മാറട്ടെ, ഇവരൊരു അതിശയ വിഷയമായി മാറട്ടെ. ഇവരെ കാണുന്നവർ ദൈവത്തിന് സ്തോത്രം എന്ന് പറയത്തക്ക വിധത്തിൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവിക നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഇവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മഹിമ ഓവർഫ്ലോ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, പൂർണ്ണ ആരോഗ്യം വരട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി ശാന്തമാകട്ടെ. കർത്താവായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, കോവിഡ് പോസിറ്റീവായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അതുപോലെ മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ലങ്സ് ഡിസീസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ബ്രോങ്കൈറ്റിസിൻ്റെ അസ്വസ്ഥതകളും, ഹല്ലേലൂയ, ബ്രോങ്കൽ ആസ്മയും, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലങ്സിനകത്തുള്ള, ലങ്സിൻ്റെ മുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. അത്ഭുതകരമായി ലങ്സിന്മേൽ സൗഖ്യം നടക്കട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി ഓപ്പണാക്കിയതിന് സ്തോത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുള്ളതിന് നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണം, മഹത്തരമായി തീരണം, ശ്രേഷ്ഠമായി തീരണം. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ എല്ലാവരെയും പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമുക്ക്
9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പകൽക്കാലം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം. രാത്രി തക്ക സമയത്ത് നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കണം. നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 1 hour 45 minutes അല്ല, ആരംഭം മുതൽ തന്നെ അതിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി സ്പെഷ്യലി പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ നമ്മൾ കേൾക്കും. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും ഒക്കെ നമ്മൾക്ക് കേൾക്കാൻ കൃപ തരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. നിങ്ങൾ ഇത് സൂമിലും യൂട്യൂബിലുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ലിങ്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ മെസ്സേജ് എവിടെ നിന്ന് ലഭിക്കുന്നു അവരോട് ചോദിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കൂടെ തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന. ആദ്യം, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. നമ്മൾ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് രക്ഷ എന്ന അത്ഭുതമാണ്. ആമേൻ. രക്ഷ അതൊരു മഹാ അത്ഭുതമാണ്. മാനവരാശി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്, കർത്താവിലേക്ക് ആകപ്പെടുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബോധ്യം വേണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് സഭയിൽ പോകുന്ന വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾ ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായിക്കോട്ടെ, ഇന്ന് നിങ്ങളെ കർത്താവ് തിരിച്ചു വിളിച്ചാൽ, നിങ്ങളുടെ ജീവൻ കർത്താവ് തിരിച്ചു ചോദിച്ചാൽ, കം ബാക്ക് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ, എവിടേക്കായിരിക്കും നിങ്ങളുടെ തുടർമാനമായിട്ടുള്ള ജീവിതം ചിലവഴിക്കുന്നത്? നമ്മൾ ഇവിടെ മണ്ണിനകത്ത് ചേർന്ന് മണ്ണോടുകൂടി തീരുന്നവരല്ല. നമുക്ക് ഒരു നിത്യജീവനുണ്ട്. ഇതിന് ശേഷമുള്ള അനന്ത നിത്യതയുണ്ട്. എന്ന് വെച്ചാൽ തീരാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ചേരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ഉറപ്പിക്കണം. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ചെല്ലുമോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിടും. അപ്പോൾ ജീവൻ പുസ്തകത്തിൽ പേരെഴുതി ഉണ്ടെങ്കിൽ മാത്രമേ, എങ്ങനെ നമുക്ക് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. അതായത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം, നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ, ആമേൻ, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ആ എൻട്രി കിട്ടിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ കർത്താവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ അന്ന് വരെ ചെയ്ത സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും. ആമേൻ. അതെത്ര വലിയ കഠിനമായ പാപങ്ങളായാലും, ചെറിയതായാലും, കടും ചുവപ്പേറിയ പാപമായാലും, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ എന്നേക്കുമായി കഴുകി വെടിപ്പാക്കുക ചെയ്യുന്നത്. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. റോമലേഖനം 3-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ പരസ്യമായി നിർത്തി. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി കർത്താവിലാകുമ്പോഴുള്ള ഒരു ഗുണം ഇതായിരുന്നു, നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടു. 2, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കുന്നില്ല. അത് ശിക്ഷിക്കാതെ, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, കർത്താവിൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ എന്ന് പറയുന്നൊരു അത്ഭുതമാണ്. നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി കഴുകിക്കളയപ്പെടുക. നമ്മുടെ പാപങ്ങൾക്ക് ഇനി നമ്മുടെ മേൽ ശിക്ഷയില്ല. പാപം ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം, അത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. എന്നാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിക്കുമ്പോൾ, രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ, ആ പാപങ്ങൾക്ക് ഇനിയും നമ്മുടെ മേൽ ശിക്ഷയില്ല, നമ്മുടെ മേൽ അധികാരമില്ല. അതാണ് ഈ രക്ഷയുടെ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രക്ഷ നിങ്ങൾക്ക് ലഭിച്ചോ? ഈ രക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. പറയണം, യേശുവെ, അങ്ങ് ജീവിതത്തിലേക്ക് വന്നാട്ട്, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എന്നെ ഇനി നയിക്കുന്നത് അങ്ങാണ്.
അങ്ങാണ് എന്നെ ഭരിക്കുന്നത്, അങ്ങാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അങ്ങയുടെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അങ്ങേയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ അങ്ങ് ഇനി നിയന്ത്രിക്കുന്നതിന് നന്ദി എന്ന് നമ്മൾ പറയുമ്പോൾ ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ എന്ന അത്ഭുതത്തെ മിസ്സാക്കി കളയരുത്. രക്ഷ എന്ന അത്ഭുതത്തെ മിസ്സാക്കി കളയരുത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയത്തില്ല നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകും, എന്ന് നമ്മൾ മടങ്ങിപ്പോകേണ്ട വരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്ന് മടങ്ങിപ്പോയാലും ഒരുറപ്പോടെ പോകണമെങ്കിൽ രക്ഷ ഉറപ്പാക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.